ഏറെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയായിപ്പോയി. ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നതായിരുന്നു ഇന്നലെ സോഷ്യൽ മീഡിയയിൽ അപമാനിക്കപ്പെട്ട ഒരു സഹോദരൻ മരണപ്പെട്ടത്. എനിക്ക് പ്രിയ സുഹൃത്തുക്കളായ പുരുഷന്മാരോട് പറയാനുള്ളത്, ഞാൻ എപ്പോഴും ഏത് കാലഘട്ടത്തിലും പുരുഷന്മാരോടൊപ്പം നിൽക്കുന്ന ആളാണ്. കാരണം അവർ ഈ ലോകത്തിൽ കൊടുക്കുന്ന സംഭാവന, മക്കളെയും കുട്ടികളെയും ഉമ്മമാരെയും മാതാപിതാക്കളെയും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് കാലാകാലം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പുരുഷന്മാരടങ്ങിയതാണ് നമ്മളെ സമൂഹം. സ്ത്രീകളൊക്കെ ഇപ്പോഴാണ് ഓരോ കാര്യങ്ങളിലേക്ക് മുന്നിട്ട് ഇറങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. ആ വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലെയുള്ള കുറേ കാര്യങ്ങളായിട്ടാണ് പലരും മുന്നോട്ട് പോകണം. എല്ലാവരും അല്ല പറയുന്നത്, വളരെ ചുരുക്കം ആളുകളാണെങ്കിൽ പോലും ജീവൻ എടുക്കാൻ പാകത്തിന് ഇവർ ഇത്തരം കാര്യങ്ങളായിട്ട് മുന്നോട്ട് വരുമ്പോൾ അത് വളരെയധികം അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതുപോലെ ആരെങ്കിലും വന്ന് മോശപ്പെടുത്തുക അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു അലിഗേഷൻസ് വരികയോ ചെയ്താൽ സോഷ്യൽ മീഡിയയിൽ വന്നു എന്ന് വിചാരിച്ച് ജീവൻ കളയാനുള്ളതാണോ നമ്മുടെയൊക്കെ ജീവൻ? ഇത്രയും അധികം പ്രിഷ്യസ് ആയിട്ട് നമ്മളെ ഈ ലോകത്തിലേക്ക് വിട്ടിട്ടുള്ളത് ആരുടെങ്കിലും അപവാദ പ്രചരണങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിക്കണം. പെൺകുട്ടികളും ആൺകുട്ടികളും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ആൺകുട്ടികളിൽ നിന്ന് മാത്രമല്ല, ഇപ്പം നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ആത്മഹത്യ പെരുകിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞു മക്കൾ മുതൽ വലിയ വലിയ ആളുകളടക്കം. അപ്പം ഇത്രയും ഒരു വിദ്യാഭ്യാസ സമ്പന്നൻ, എന്തായാലും ഒരു അത്യാവശ്യം വിദ്യാഭ്യാസവും ആളുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷനൊക്കെ ഉള്ള ഒരാളായിരിക്കുമല്ലോ. നമ്മുടെ മേലേക്ക് ഇതുപോലെ ഒരു അനാവശ്യമായ അലിഗേഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്യാനുള്ളൊരു മാനസിക പക്വത നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് എല്ലായിടത്തും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ആൺകുട്ടികൾ വളർന്നു വരുവാണ്, നാളെ അവരും ഇതുപോലത്തുള്ള പ്രശ്നങ്ങളിൽ പെടാം. പെൺകുട്ടികൾ വളർന്നു വരികയാണ്, അവർക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. സോഷ്യൽ മീഡിയയിലിട്ട് ഇതുപോലെ ഇങ്ങനെ ചളാക്കിയിട്ട് ഇരിക്കുന്നൊരു സംഭവമല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, പിന്നാലെ പിന്തുടർന്ന് നമുക്ക് യാതൊരുവിധ സ്വസ്ഥതയും സ്വൈര്യവും തരാതെ നമ്മൾ അപമാനിച്ചുകൊണ്ട് നടക്കുന്ന അത്തരം ആളുകളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമുക്ക് ചിലപ്പോൾ ഇതുപോലെയുള്ള കടന്ന കൈകളൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ ഇതല്ലാതെ ഒരു എന്താണ് പറയുക, സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ബസ്സുകളിലൊക്കെ പോകുമ്പോൾ ബ്രേക്ക് ചോട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാനൊരു എത്ര കാലഘട്ടം വരെ ഭയങ്കര തിക്കും തിരക്കുള്ള ബസ്സുകളിൽ പോയി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ചിലപ്പോഴൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടില്ല എന്ന് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ നമ്മൾക്ക് മാറാൻ ചാൻസ് ഉണ്ടല്ലോ. നമുക്കൊന്ന് ചീത്ത പറയാൻ നമുക്ക് നാവില്ലേ, നമുക്ക് പ്രതികരിക്കാൻ കഴിയില്ലേ, ഒന്ന് കൊടുത്തൂടെ? നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നീ നിൽക്കാനായിട്ട് പറഞ്ഞൂടെ? നമുക്ക് എന്തെല്ലാം ഓപ്ഷനുകളുണ്ട്. നമ്മൾ ബദിരയും മൂകയും അന്തയും ഒന്നായിട്ട് നിൽക്കുന്ന ആളുകളല്ലല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ആ ഒരു രീതിയിലാണ് സ്ത്രീകൾ പ്രതികരിക്കേണ്ടത്. അതല്ലാതെ ഇതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇട്ടിട്ട് ഇവരെ വേട്ടയാടുകയല്ല വേണ്ടത്. അതിന് തക്ക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വേറെ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം, അതിന് യാതൊരു തടസ്സങ്ങളൊന്നുമില്ല. പക്ഷെ വളരെ നിസ്സാരമായിട്ടുള്ള ചെറിയ കാര്യങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ എല്ലാവരും മനസ്സിന് അത്ര കട്ടിയുള്ള ആളുകളൊന്നും ആയിരിക്കില്ല. അപ്പോൾ സ്ത്രീകൾ